ബിന്ദുവിന്റെ അപ്രതീക്ഷിത മരണത്തിൽ ഞെട്ടലിലായിരിക്കുകയാണ് കുടുംബം. ആ വീട്ടിൽ നിന്നും ജിജേഷ് കരുണാകരൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജിജേഷ്, മകൾ നവമിയുടെ ന്യൂറോ സർജറിക്ക് വേണ്ടിയിട്ടാണ് ഇവർ ആശുപത്രിയിൽ എത്തിയത്. ഇതിനിടെയാണ് അപ്രതീക്ഷിതമായ ദുരന്തം ആ കുടുംബത്തെ തേടിയെത്തുന്നത്. നാളെ 11 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്തെല്ലാം? നീലിമ, നമ്മൾ ഇവിടെ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. ബിന്ദുവിൻ്റെ വീട്ടിലാണുള്ളത്. അവിടെയാണ് ഏറ്റവും വൈകാരികമായ ഒരു രംഗങ്ങളിലൂടെ, ആ ഒരു കാഴ്ചകളിലൂടെ തന്നെ നമുക്ക് കടന്നു പോകേണ്ടി വരുന്നത്. കാരണം അതിനെ താങ്ങാൻ ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അവരാരും തന്നെ. ആ അപകടത്തിൽ ബിന്ദു നഷ്ടപ്പെട്ടിരിക്കുന്നു, ആ ജീവൻ പൊലിഞ്ഞിരിക്കുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട ബിന്ദു ഇനി ഇല്ല എന്ന ഒരു യാഥാർത്ഥ്യം അത് ഉൾക്കൊള്ളാൻ കഴിയാതെ തന്നെയാണ് അവരെല്ലാം പൊട്ടിക്കരയുന്നത്, പരസ്പരം ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് എല്ലാം തന്നെ നമുക്ക് നേരത്തെ ആ ദൃശ്യങ്ങളിലെല്ലാം തന്നെ നമ്മൾ കാണുകയായിരുന്നു. അത് ഹൃദയഭേദകമാണ് ആ കാഴ്ച. ഏറ്റവും പ്രധാനം മാത്രമല്ല, എന്തുകൊണ്ട് അത്തരമൊരു സാഹചര്യമുണ്ടായി, അല്ലെങ്കിൽ ഒരു ജീവൻ പൊലിയുന്ന സ്ഥിതിവിശേഷമുണ്ടായി എന്ന ചോദ്യം കൂടി അവർ കൃത്യമായി ഉയർത്തുകയും ചെയ്യുന്നുണ്ട് ഈ പൊതുസമൂഹത്തോട്. കാരണം ബിന്ദു 2 മണിക്കൂറോളം മരണത്തോട് മല്ലടിച്ച് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കേണ്ടി വന്ന ഒരു സ്ത്രീയാണ്. യഥാസമയം ഒരു രക്ഷാപ്രവർത്തനം നടന്നിരുന്നുവെങ്കിൽ അവരുടെ ജീവനോടുകൂടി അവരെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു. ഈ 2 മക്കൾക്ക് അവരുടെ അമ്മയെ നഷ്ടപ്പെടുന്ന ആ സ്ഥിതി, പ്രിയപ്പെട്ട മകളെ ആ അമ്മയ്ക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഒന്നും തന്നെ ഉണ്ടാകില്ലായിരുന്നു എന്നത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അവിടെയാണ് ഒരു സിസ്റ്റത്തിൻ്റെ പരാജയമെന്ന് മാത്രമല്ല, ഒരു സർക്കാർ തലത്തിലുള്ള സംവിധാനങ്ങളുടെ പരാജയം, ആരോഗ്യ മേഖലയുടെ ആകെ കൂടിയുള്ള വീഴ്ചകൾ. അവിടെയൊന്നും സംഭവിച്ചിട്ടില്ല, ആരും തന്നെ അപകടത്തിൽപ്പെട്ടില്ല എന്നെല്ലാം മന്ത്രി പറയുകയും പിന്നീട് അവിടെ നിന്ന് ഈ ഒരു ആളെ ജീവനോടെ പുറത്തെടുക്കേണ്ടി വരികയും എല്ലാം ചെയ്യുമ്പോൾ എത്ര മണിക്കൂർ അവരവിടെ ചികിത്സ കിട്ടാതെ കാത്തിരുന്നു എന്നത് തന്നെയാണ് അതിലേറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്യുന്നത്. നേരത്തെ പല ഘട്ടങ്ങളിലായി നമ്മളോട് നിരവധി ആളുകൾ പ്രതികരിച്ചിരുന്നു. അവരെല്ലാം ഒരേ സ്വരത്തിൽ, രാഷ്ട്രീയ ഭേദമില്ലാതെ, രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറം ഒരേ കാര്യം മിഥുൻ അയ്യപ്പൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മിഥുൻ, കടുത്ത പ്രതിഷേധമാണ് കോട്ടയത്ത് നമ്മൾ കാണുന്നത്. അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി. പക്ഷേ കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് ഈ അപകട സ്ഥലം സന്ദർശിക്കാതെ മുഖ്യമന്ത്രി മടങ്ങുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ച ദൃശ്യങ്ങളാണ്. കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് മുഖ്യമന്ത്രിക്ക് മടങ്ങേണ്ട സാഹചര്യമല്ലേ അവിടെ ഉണ്ടായത് മിഥുൻ? തീർച്ചയായിട്ടും ശക്തമായ പ്രതിഷേധമാണ് കോട്ടയത്ത് മെഡിക്കൽ കോളേജിൻ്റെ വിവിധ പ്രദേശങ്ങളിലായി വിവിധ സംഘടനകളുടെ ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രിക്ക് നേരെ ഉണ്ടായത്. പ്രതിഷേധ ചൂടറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്ന് മടങ്ങിയത് എന്നുള്ളതാണ്. യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും പ്രതിഷേധങ്ങളുണ്ടായി, BJPയുടെ പ്രതിഷേധങ്ങളുണ്ടായി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. BJPയുടെ പ്രതിഷേധം ഇന്ന് രാവിലെ മുതൽ വിവിധ ഘട്ടങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിന് ചുറ്റും ഇപ്പോൾ പ്രതിഷേധ പ്രകടനവുമായി എത്തി. പ്രധാന ഗേറ്റിന് മുന്നിൽ ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് BJP പ്രവർത്തകർ നടത്തുന്നത്. ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം തന്നെയാണ് ഇവിടെ അരങ്ങേറിയത്. ഈ ആദ്യഘട്ടത്തിൽ ഈ അപകടം നടന്ന സ്ഥലം, അതായത് മുഖ്യമന്ത്രി ഈ കടന്നുപോയ സ്ഥലത്തിന് തൊട്ടടുത്താണ് ഈ അപകടം നടന്ന സ്ഥലം. മുഖ്യമന്ത്രി കടന്നുപോയ റോഡിന് തൊട്ട് ഒരു നോട്ടം നോക്കിയാൽ അവിടേക്ക് എത്തും. പക്ഷേ അവിടേക്ക് ഇറങ്ങാനോ ഈ തകർന്നു വീണ കെട്ടിടത്തിൻ്റെ പരിസരത്തേക്ക് എത്താനോ മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ല. കാരണം ഏതെങ്കിലും ഘട്ടത്തിൽ വാഹനം നിർത്തുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം വീണ്ടും നേരിടേണ്ടി വരുമെന്നുള്ളതിനാൽ വാഹനം നിർത്താതെ കടന്നു പോവുകയാണ് ഉണ്ടായത്. പകരം മെഡിക്കൽ കോളേജിന് പുറകുവശത്തുള്ള പ്രിൻസിപ്പളിൻ്റെ കാര്യാലയത്തിലെത്തി, പ്രിൻസിപ്പൽ ഓഫീസിലെത്തി അവിടെ ക്യാമ്പ് ചെയ്യുകയായിരുന്നു മന്ത്രി വീണ ജോർജും അതുപോലെ തന്നെ മന്ത്രി BN വാസവനും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പ് സെക്രട്ടറിയും മറ്റ് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ അവിടെ ക്യാമ്പ് ചെയ്യുകയായിരുന്നു. അവിടെ എത്തി ഏതാണ്ട് ഒരു 15 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു അവലോകന യോഗം ചേർന്നു. സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം മടങ്ങുകയാണ് ചെയ്തത്. ഏതെങ്കിലും രീതിയിൽ ഈ സംഭവത്തെ അപലപിക്കാനോ അല്ലെങ്കിൽ സംഭവവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ ഏതെങ്കിലും പ്രതികരണം നടത്താനോ ഒരു ആദരാഞ്ജലികൾ അർപ്പിക്കാനോ ഒന്നും മുഖ്യമന്ത്രി തയ്യാറാവാതെ മടങ്ങുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രി അവിടുന്ന്
ഈ മഴങ്ങും വഴിയും ശക്തമായിട്ടുള്ള പ്രതിഷേധം നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഇപ്പോൾ സയൻസ് സിറ്റിയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് വേണ്ടി മുഖ്യമന്ത്രി മടങ്ങിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഇന്ന് രാവിലെ മുതൽ കോട്ടയത്തുണ്ട്. രാവിലെ 10 മണിക്ക് കോട്ടയത്ത് മേഖലാ അവലോകന യോഗത്തിൻ്റെ ഭാഗമായി ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ നിന്നുള്ള മന്ത്രിമാരുടെയും അതുപോലെ തന്നെ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജില്ലാ പോലീസ് മേധാവിമാരുടെയും എല്ലാം യോഗം ചേരുകയാണ്. ആ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി ഇവിടെ എത്തിയത്. ഏതാണ്ട് 10 മണിയോട് കൂടി മുഖ്യമന്ത്രി എത്തുകയും അതേസമയം തന്നെയാണ് ഇവിടെ അപകടം ഉണ്ടാവുകയും ചെയ്തത്. ഉടനെ തന്നെ ഈ യോഗ സ്ഥലത്ത് നിന്ന് മന്ത്രിമാരായിട്ടുള്ള VN വാസവനും വീണ ജോർജും യോഗത്തിൽ നിന്ന് മാറി ഇവിടേക്ക് എത്തുകയാണ് ചെയ്തത്. പിന്നീടുണ്ടായ സംഭവവികാസങ്ങളിൽ നിന്ന് മലയാളികളെല്ലാം തന്നെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് പിന്നീടുള്ള മണിക്കൂറുകളിൽ അരങ്ങേറിയത്. ഏതാണ്ട് 2.5 മണിക്കൂറോളം ജീവന്റെ ഒരു സഹായഹസ്തം ലഭിക്കാതെ ബിന്ദുവിൻ്റെ ശരീരം കോൺക്രീറ്റ് കൂടാരത്തിനുള്ളിലേക്ക് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു എന്നുള്ളതാണ്. 10:30 അപകടമുണ്ടാകുന്നത്. ശ്രദ്ധിക്കുക, സമയം 10:30 അപകടമുണ്ടാകുന്നു. 11 മണിയോടുകൂടി ഇവിടേക്ക് മന്ത്രിമാരെല്ലാം എത്തുന്നു. പക്ഷേ ഈ അവശിഷ്ടങ്ങൾ മാറ്റി പരിശോധിക്കണമെങ്കിൽ യന്ത്രങ്ങൾ ആവശ്യമാണ്. അതിനുള്ള ചെറിയ ഹിറ്റാച്ചുകൾ എത്തിയത് 1 മണിക്കാണ്. കാരണം ഈ പ്രധാന റോഡിൽ നിന്ന് ഈ കെട്ടിടത്തിൻ്റെതായിട്ടുള്ള ഉള്ളിലൂടെയുള്ള വഴിയിലൂടെ തന്നെ സാധാരണക്കാർ നടക്കുന്ന വഴിയിലൂടെ തന്നെ ഹിറ്റാച്ചിക്ക് ഇടുങ്ങിയ വഴിയിലൂടെ കടന്നു പോകേണ്ടി വന്നു. അങ്ങനെയാണ് ഏതാണ്ട് 2 മണിക്കൂർ എടുക്കേണ്ടി വന്നു ഈ ഹിറ്റാച്ചികൾ മെഡിക്കൽ കോളേജിലേക്ക് എത്താനും മെഡിക്കൽ കോളേജിൽ നിന്ന് ഈ അപകട സ്ഥലത്തേക്ക് എത്താനും. ഈ ഹിറ്റാച്ചികൾ പറഞ്ഞു പോകേണ്ട ഒരു കാര്യം, അപ്പോഴും ഒരാൾ ഈ കെട്ടിടത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള ഒരു ധാരണ ആർക്കുമില്ലായിരുന്നു. ആ സാധ്യത അടച്ചത്, അത്തരത്തിലൊരു സംശയത്തിന്റെ സാധ്യത പോലും ഇല്ലാതാക്കിയത് ആരോഗ്യമന്ത്രിയുടെ വാക്കുകളാണ്. ആരോഗ്യമന്ത്രി പറഞ്ഞു ആരും കുടുങ്ങിക്കിടക്കുന്നില്ല, കെട്ടിടം ഇടിഞ്ഞു വീണതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആ അപകടത്തിന്റെ ഒരു ഗൗരവ സ്വഭാവം ഇല്ലാതാക്കുന്ന സമീപനം ആരോഗ്യമന്ത്രിയിൽ നിന്നുണ്ടായി. സ്വാഭാവികമായും അവിടെ തെരച്ചിൽ താമസിച്ചു. ഈ സമയം കണക്കാക്കുകയാണെങ്കിൽ 10:35 ഈ കെട്ടിടം ഇടിഞ്ഞു വീഴുകയാണ്. 1 മണിക്കാണ് അവിടെ തെരച്ചിൽ തുടങ്ങുന്നത്. അപ്പോൾ തന്നെ ഈ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി കിടന്നുകൊണ്ടാണ് ബിന്ദുവിന് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായത്. വലിയ അനാസ്ഥ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. തീർച്ചയായിട്ടും. കാരണം ഈ ആദ്യഘട്ടത്തിൽ മന്ത്രി നടത്തിയ പരാമർശം എന്ന് പറയുന്നത് ഇത് ഉപയോഗശൂന്യമായ കെട്ടിടമായിരുന്നു. അവിടെ ഉപയോഗത്തിലില്ലാത്ത കെട്ടിടത്തിൻ്റെ ഭാഗമാണ് തകർന്നു വീണത്. യാതൊരു ആശങ്കയ്ക്കും ഇടയാകേണ്ടതില്ല. 2 പേർക്ക് മാത്രമാണ് പരിക്കേറ്റത്. ഒന്ന് വയനാട് സ്വദേശിയായിട്ടുള്ള അലീന എന്ന് പറയുന്ന 11 വയസ്സുകാരിക്ക്. അവൾക്ക് സാരമായിട്ടുള്ള പരിക്കുകളില്ല. അവർ കാഷ്വാലിറ്റിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞു. മറ്റൊരാൾക്ക് പരിക്കേറ്റിട്ടുള്ളത് കാഷ്വാലിറ്റിയിൽ തന്നെ ജീവനക്കാരനാണ്. അയാൾക്കാണെങ്കിൽ ട്രോളി ഇടിച്ചുകൊണ്ട്, അതായത് ഈ വാർഡ് ഒഴിപ്പിക്കുന്നതിനിടെ ട്രോളി ഇടിച്ചുള്ള ഒരു നിസാര പരിക്കാണ് ഏറ്റിട്ടുള്ളത്. മറ്റാർക്കും പരിക്കില്ല, ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന് ആവർത്തിച്ച് ആണയിട്ട് പറഞ്ഞത് മന്ത്രി വീണ ജോർജാണ്, മന്ത്രി VN വാസവനാണ്, ഇവിടുത്തെ ആശുപത്രിയുടെ സൂപ്രണ്ടാണ്. ഈ വാക്കുകൾ വിശ്വസിച്ച് ആശ്വാസം ായിരുന്നു മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ ഈ കേരളമൊട്ടാകെ വലിയൊരു ദുരന്തം തലനാരിഴയ്ക്ക് ഒഴിവായല്ലോ, ഒരു ജീവഹാനി ഇല്ലാതെ ഒഴിവായല്ലോ എന്ന് ആശ്വസിക്കുകയായിരുന്നു എല്ലാവരും ചെയ്തത്. പക്ഷേ ഈ ഒരാളെ കാണാനില്ല എന്നുള്ള വിവരം ആദ്യം പുറത്തു പറയുന്നത് ഈ തലയോലപ്പറമ്പ് സ്വദേശിയായിട്ടുള്ള ഇപ്പോൾ മരിച്ച ബിന്ദുവിൻ്റെ ബന്ധുവാണ്. ബിന്ദുവിനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെയും പോലീസിനെയും അവരെ അറിയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഏതെങ്കിലും ഒരു പക്ഷത്തിൽ മൊബൈലിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. മൊബൈലിൽ ഒരു പക്ഷേ എവിടെയെങ്കിലും കളഞ്ഞു പോയതായിരിക്കാം, മാറി നിൽക്കുന്നുണ്ടാകാം എന്നുള്ള ഒരു വിവരം ലഭിച്ചു. അപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ ഇല്ല, ശുചിമുറിയിൽ പോയ സമയത്തായിരുന്നു അപകടമുണ്ടായത് എന്നുള്ള വിവരങ്ങൾ വരുന്നു. അപ്പോഴേക്കും ഏതാണ്ട് 1 മണിയോടടുത്തു ഇവിടെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഹിറ്റാച്ചുകൾ എത്താൻ എന്നുള്ളതാണ്. ദാരുണമായ മരണമാണ് ബിന്ദുവിനെ സംബന്ധിച്ച് ഉണ്ടായത്.